എല്ലാ വിഭാഗ ആളുകളും ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് അത് മുന്നേ അനുഭവിച്ച ഒരാൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ആ വേദന ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പം പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കുക. പിന്തുണ പ്രഖ്യാപിക്കാൻ വിചാരിക്കുന്നത് തികച്ചും വ്യക്തിപരമായിട്ടാണ്. സൗഹാർദ്ദം ഇന്ന് PV അൻവർ ഉന്നയിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കൊരു ഉത്തരം ഇതുവരെ പ്രതിപക്ഷ പാർട്ടിയോ മറ്റുള്ളവരോ ഇത്തരത്തിൽ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് PV അൻവറിൻ്റെ ആശയങ്ങളും ഈ ഒരു ഉന്നയിച്ച ഇതും ഇന്നും പ്രസക്തമായ കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായ പിന്തുണ PV അൻവറിനാണ്. അത് താങ്കളെ ഏതെങ്കിലും വിധത്തിൽ വ്യക്തിപരമായിട്ട് ബാധിക്കും? പ്രത്യേകിച്ച് കുറെ ട്രോളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കുറെ വിമർശനം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ട്രോളും ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കുറേ അനുഭവിച്ചു കഴിഞ്ഞതാണ്. അതൊന്നും യാതൊരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല. എനിക്ക് എൻ്റെതായ ഒരു നിലപാടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു നിലപാടുള്ള ഒരു വ്യക്തിയാണ് PV അൻവർ എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് PV അൻവറിന് എൻ്റെ എല്ലാ പിന്തുണയും അർപ്പിക്കുന്നത്. പിന്നെ ഒരു വിഷയം ഉണ്ടായാൽ അതിൻ്റെ പിന്നിൽ ഞാൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നിന്ന് തെളിയിച്ച ആളാണ്. അപ്പോൾ ഇതും ഉറച്ച ഒരു പിന്തുണ ആയിരിക്കും. അദ്ദേഹത്തിനെ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിക്കേണ്ടത് ഇന്ന് കേരള സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരണശേഷി ഉണ്ടാവണം. നമ്മൾ ഇത്തരം അത്യപൂർവമായിട്ടാണ് നേതാക്കന്മാരിൽ ഇത്ര പ്രതികരണശേഷി ഉണ്ടാവുന്നത്. ആ പ്രതികരണശേഷിയും അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കുക. അതിന് ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വികസനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2-3 ദിവസമായി ഈ മണ്ഡലത്തിൽ. ഈ വികസനങ്ങളൊക്കെ കണ്ടില്ല എന്ന് അടിക്കാൻ കഴിയില്ല. ഗവൺമെൻറ് മാത്രമല്ല, ഒരു MLA കൂടി വിചാരിച്ചാലേ ഒരു മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ വികസനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന വ്യക്തിയാണ്. അപ്പം അത് നമ്മൾക്ക് മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തി എല്ലാ വിഭാഗ ആളുകളും ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് അത് മുന്നേ അനുഭവിച്ച ഒരാൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ആ വേദന ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പം പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കുക, പ്രവർത്തിക്കുക. അതൊരു വിജയമായി മാറട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്.